ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ്ങും ജേർണലും കൂടിയാണ്. എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം എനിക്ക് പനിയാണെന്ന്. ഇത് ഞാൻ കുറേ നാളായിട്ട് കൂട്ടി വെച്ച് വാങ്ങിച്ചൊരു സംഭവം, ഒരു ജേർണൽ സെറ്റ്. ഇത് ഞാൻ കുറേ ആഗ്രഹിച്ച് വാങ്ങിച്ചത് തന്നെയാണ്. അതിൻ്റേതായ നല്ല ഇത് ഇത് കുറച്ച് നാളായി ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് അൺബോക്സിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നീണ്ടങ്ങ് പോയി. ആദ്യമേ തന്നെ നമ്മുടെ നോട്ട്ബുക്ക് ഈ മറ്റേ ബോക്സ് ലൈക്ക് ഗിഡ് ലൈൻസ് പോലത്തെ ഇങ്ങനെ ഒരു പേജസാണ്. ഫ്രണ്ടിൽ തന്നെ പർപ്പിൾ കളറൊക്കെ ആയിട്ട്, പിന്നെ മെമ്മോ പാഡും ചെക്ക് ലിസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇത് കുത്തിക്കയറ്റാനാണ് കുറേ പാടുപെടുന്നത്. പിന്നെ കുറേ രണ്ട് വാഷി ടേപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ നല്ലപോലെ കാണുവാണെങ്കിൽ നമുക്ക് കുറേ വ്യൂസ് കൂട്ടിയിട്ട് ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങായിരുന്നു. ആദ്യമേ തന്നെ വാഷി ടേപ്പ് നല്ല ഐശ്വര്യമായിട്ട് തെങ്ങി പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ പൂച്ചേൻ്റെയാണ്. ആദ്യമേ തന്നെ ഒരു പൂച്ച. ഞാൻ മുമ്പേ തുറന്നു നോക്കിയിട്ടുള്ള ഇത് എന്നിട്ട് തിരിച്ചെടുത്ത് വെച്ചേക്കുന്നത് ആ പുറകിലുള്ള കളറിൻ്റെ ആണ്. പിന്നെ ഞാൻ ഇപ്പം തൊട്ട് കാണിക്കുന്നത് മറ്റേ ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ടിലുള്ള പടമാണ്. പിന്നെ കുറേ ഇങ്ങനെ ചിത്രമൊക്കെ ഉള്ള ഇങ്ങനെ ഒരു കുറച്ച് കട്ടിയുള്ളൊരു ഇത്, ഹലോ എന്നൊക്കെ എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു റൗണ്ടിൽ സംഭവം ഉണ്ടായിരുന്നു. താഴെ വീണത്. പിന്നെ ഹാവ് എ നൈസ് ഡേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പിന്നെ സ്റ്റാമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈൻ്റെത്. ഈ ചിലതൊക്കെ കയറ്റാൻ നേരത്ത് ഭയങ്കര പാടാണ്, തെന്നി പോണു. ഹലോ എന്ന് പിന്നെ കുറച്ചും കൂടെ ഒരു പേപ്പർ ടൈപ്പ് അങ്ങനെ പെർപ്പിൾസ് പിന്നെ ലോവർ ദ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ കുറേ തോട്ട്സ് അങ്ങനെയൊക്കെ പേർക്കുള്ള. മൂന്ന് തന്നെയാണ് ആദ്യമേ വെച്ചേക്കുന്നത്. പിന്നെ കുറേ സ്റ്റിക്കറുണ്ട്. പിന്നെ അതിൻ്റെ പുറകിൽ ഒരു കൊറിയൻ ഭാഷയിലൊക്കെ ഉള്ളൊരു സ്റ്റിക്കർ ഇങ്ങനെ ഉണ്ടായിരുന്നു. കൊറിയൻ ഭാഷ എന്തൊക്കെ എഴുതിയിട്ടുള്ളത് കൊറിയൻ അറിയാത്തതിന് കുഴപ്പമില്ല. ചൈനീസാണ് ഒന്ന്, ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു അതിൻ്റെ. പിന്നെ കുറേ സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ സ്റ്റാമ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ അല്ല, 2 ലെറ്റർ. ലെറ്റർ ഫോർ യു എന്നൊക്കെ പറയും. എനിക്ക് ഇതാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു
പുസ്തകത്തിനെക്കാട്ടി വലിയൊരു ഷീറ്റ്. ബ്ലൂബെറി നോക്കിയെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ബിഫോർ. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. അത്ര. പിന്നെ അതിലും വലിയൊരു ബോക്സിൻ്റെ അത്ര വലുപ്പമുള്ളൊരു ഗ്രിഡ് ലൈൻസ് ഒക്കെ ഉള്ള ഒരു പേപ്പർ ഉണ്ടായിരുന്നു. എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ഒരു ഇവിടെ ഒരാൾ കിടന്ന് കാർന്നിട്ട് ഗ്രിഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ഇത്രയാണ് അതിനകത്തുള്ളായിരുന്നു. ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് പുസ്തകം തുറന്ന് ഇത്തിരി ജേർണലിംഗ് ഒക്കെ ചെയ്യാം. നല്ലൊരു വൃത്തിയുള്ള പേജ് തന്നെ ആദ്യം എടുക്കാം. ആദ്യമേ നമുക്കൊരു ആദ്യത്തെ ദിവസമല്ലേ അപ്പോൾ 1 എന്ന് എഴുതിയിട്ടുള്ള സ്റ്റാമ്പ് എടുക്കാം. അതൊന്ന് പൊളിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്നറിയാം. അതവിടെ ഒട്ടിച്ചു. പിന്നെ മെമോ പാഡ് ആദ്യം ചെക്ക് ലിസ്റ്റ് എടുക്കണമെന്നായിരുന്നു. പിന്നെ മെമോ പാഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യമേ അവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. മനസ്സ് മാറി അപ്പുറത്തെ പേജ് വെറുതെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒട്ടിച്ചു. വാഷി ടേപ്പ് ഞാൻ നടുക്കൊട്ടിക്കണമെന്നായിരുന്നു. ബട്ട് വേറൊരു ടൈപ്പ് ഇത് വെച്ചപ്പം വാഷി ടേപ്പ് എടുത്ത് ഞാൻ ഒട്ടിച്ചെടുത്ത് ബാക്കി അപ്പുറത്തോട്ടാക്കി വെച്ചു. എനിക്ക് അതിനകത്ത് എഴുതിയേക്കുന്നതായിരുന്നു കേട്ടോ. ഇവിടെ കൂടെ ഇരുന്ന വാണല്ല കടിച്ചോണ്ടിരിക്കുന്നു. ഇപ്പം വേറെ പ്ലേസിലോട്ട് മാറി. ഒരു വാഷി ടേപ്പ് എടുത്തു. പുറത്തോട്ട് പോകാനാണ് പ്ലാൻ. പക്ഷെ പുറത്തോട്ട് വിടത്തില്ല. അവിടെ പോയി അളമ്പുണ്ടാക്കാനാണ് പണി. പേജ് ഇറങ്ങി. അതങ്ങനെ അവിടെ ഒട്ടിച്ചു. ഇങ്ങനത്തെ ഒരു ഇതില്ല എടുത്തു. പിന്നെ അതിൻ്റെ മണ്ടക്കാട്ട് അവിടെ ഇരുന്നൊരു സ്റ്റിക്കർ ഉണ്ടല്ലോ എഴുതിയിരിക്കുന്ന അടുത്ത് വാഷി ടേപ്പിൻ്റെ മണ്ടക്കോട്ട് വെച്ചിട്ട്. ഇതിന് മുമ്പേ ഈ ഒരു കുഞ്ഞിതുണ്ടല്ലോ ഇതിനകത്ത് നിന്ന് ഞാനൊരു പൂച്ചയുടെ ഒരു ഇതാണ് എടുത്തത്. ഒരു പൂച്ചയുടെ 2 പൂച്ചയുടെ എടുത്ത് സൈഡ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചപ്പം അവിടെ ഒരു രസമില്ല. അപ്പം ആ വാഷി ടേപ്പ് മാറ്റി ഒട്ടിച്ച്. വരുന്നില്ലായിരുന്നു അവിടെ നിന്ന്. അവസാനം ഒട്ടിച്ചു. കുറേ നേരം വലിച്ചു വെച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര മുക്കിലത്ത്. പിന്നെ അതിൻ്റെ സൈഡിൽ അതിങ്ങനെ ഒട്ടിക്കാം. പക്ഷെ തീരാറായി. എന്നിട്ട് അതിൻ്റെ ശവം വരെ ഞാൻ എടുത്ത് ഒട്ടിക്കുന്നത്.
ചെയ്യാറായിന്നല്ല അതിനകത്തുണ്ട്. പക്ഷെ അതിൻ്റെ ശവം വരെ കാണുന്നവരെ എനിക്ക് അതിനകത്ത് 100 അതായത് ഇത്തിരി വരുന്നില്ലെങ്കിൽ തന്നെ ആദ്യം പോയി പശ വാങ്ങിച്ചിട്ട് വരണം. ഞാൻ അങ്ങനെയല്ല, അതിൻ്റെ ശവം വരെ ഞാൻ ഊരിയെടുത്തിട്ട് യൂസ് ചെയ്യും. പിന്നെ ഇതിനകത്തിരുന്നൊരു തോട്ട് അതെടുത്ത് അവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. മേളിലാണോ നീ ഒട്ടിച്ച അതിൻ്റെ സൈഡിലായിട്ട് അവിടെ മെമോ പാഡിനെ മണ്ടക്കൊട്ടിച്ച് മെമോ പാഡിൽ എന്ത് എഴുതണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എഴുതിയിരുന്നു. എന്തായാലും മെമോ പാഡിൽ എഴുതി. ജേണൽ എന്ന് പറയുന്നത് വാരി കോരി അങ്ങോട്ട് നമ്മൾ എല്ലാ സംഭവത്തും ഒട്ടിക്കണം. അതാണ് ജേണൽ. എന്തായാലും ഇതിൻ്റെ പുറകെ ഒരു സിമ്പിൾ ജേണൽ വരുന്നുണ്ട്. ഷോർട്സ് ആയിരിക്കും. നമുക്കൊരു ജേണൽ സീരീസ് തുടങ്ങിയാലാന്ന് വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടി അറിയിക്കുക. എന്നിട്ട് വല്ലപ്പോഴും അതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. കുറേന്ത് ഇത് ഒട്ടിക്കണമെന്നായിരുന്നു, ബട്ട് അത് ഒട്ടിച്ചില്ല ഗൈസ്. ഒരു തോട്ട് അവിടെ ഒട്ടിക്കണമായിരുന്നു, ബട്ട് അവിടെ ഒട്ടിച്ച കാണത്തില്ലെന്ന് വിചാരിച്ചാൽ വാശി ടേപ്പിൻ്റെ മണ്ട കൊട്ടിച്ച്. ഒരു തോട്ടം കൂട്ടെടുത്ത് അതിൻ്റെ താഴെ ഒട്ടിക്കായിരുന്നു, ബട്ട് ഞാൻ ഒട്ടിച്ചില്ല. അപ്പം ഞാൻ അതിനകത്തിരിക്കുന്ന മറ്റേ ഇതെടുത്ത് അവിടെ ഒട്ടിച്ചു. ഇത്രയുമാണ് ഒട്ടിക്കൽ പരിപാടി. ഇപ്പം എഴുതിയിട്ട് കാണാം. എഴുതി അങ്ങനെയല്ല സംഭവം. ഇത്രയാണ് ഞാൻ ചെയ്തത്. എനിക്ക് പോകുന്നത്ര ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് കാണിക്കുക പുസ്തകങ്ങൾ. ചൈനയിലാണിത് ഉണ്ടാക്കിയത്. ഇത്ര ഉള്ള ബൈ ബൈ ടാറ്റ.